ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഒരു കൊല്ലം നീളുന്ന ഒരു ബോധവൽക്കരണ യജ്ഞത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ കാണുന്നത്. മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന സന്ദേശവുമായിട്ടാണ് SKN40 ജ്യോതിർഗമയ എന്ന പേരിൽ രണ്ടാം ഘട്ടം ആരംഭിച്ചത്. ഇപ്പോൾ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം, ഒരു കണക്ക് വന്നിട്ടുണ്ട്. 27,000 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട കഴിഞ്ഞ കൊല്ലം 3 കേസ് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇതിനകം ഈ വർഷം തന്നെ 17,000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ എത്ര കേസുകൾ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. 1, 2, 4 കേസുകൾ മാത്രം ശിക്ഷിക്കപ്പെട്ടാൽ ഈ നാട്ടിൽ മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന് കരുതി ഇത്രയധികം സമയവും പണവും ജനങ്ങളുടെ വിശ്വാസമൊക്കെ ആർജിച്ച് നമ്മൾ നടന്ന യജ്ഞത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുമോ? ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഫോറൻസിക് ലാബിൽ നിന്ന് റിപ്പോർട്ട് കിട്ടാൻ വളരെ വൈകുന്നതാണ് പലപ്പോഴും കോടതി വിധികൾ താമസിക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നു. ചാലക്കുടിയിലെ ഷീല സണ്ണിയുടെ കാര്യം 72 ദിവസമാണ് ചെയ്യാത്ത കുറ്റത്തിന് അവിടുന്ന് ജയിലിൽ കിടന്നത്. അതും ഫോറൻസിക് റിപ്പോർട്ട് വരാൻ ഫോറൻസിക് FSLൻ്റെ റിപ്പോർട്ട്, സയൻസ് ലാബിൻ്റെ റിപ്പോർട്ട് വരാൻ താമസിച്ചു എന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ അടിയന്തരമായൊരു ഇടപെടൽ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രൈം ടൈം തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞതുപോലെ ലഹരി കേസുകളിൽ ശിക്ഷാവിധികൾ കുറയുകയാണ്. കഴിഞ്ഞ കൊല്ലം രജിസ്റ്റർ ചെയ്ത 27,000-ഓളം കേസുകളിൽ 3 എണ്ണത്തിന് മാത്രമാണ് ശിക്ഷ കിട്ടിയത്. 19,000 കേസുകൾ, 17,000 എന്ന് ഞാൻ പറഞ്ഞ 19,000 എന്ന് തിരുത്തുന്നു. ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തു. ഫോറൻസിക് പരിശോധനാ ഫലം, FSL ലാബിൽ നിന്ന് ഫലം വരുന്നത് സമയത്ത് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അത് വിചാരണയും കാര്യമായി ബാധിക്കുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ പ്രൈം ടൈം വിത്ത് SKNൽ ചേരുകയാണ്. വിഷ്ണു, താങ്കൾക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഇത് ഈ കണക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുകയും അതേപോലെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യമാണ്. ഗുഡ് ഈവനിങ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കണക്കുകളിലെ വൈരുദ്ധ്യമാണ്. അതായത് 27,000 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഒരു വർഷം. ആ രജിസ്റ്റർ ചെയ്യപ്പെട്ട 27,000 കേസുകളിൽ 3 കേസുകൾ മാത്രമാണ് ആ ഒരു വർഷം ശിക്ഷിക്കപ്പെടുന്നത്. ബാക്കി കേസുകളുടെ വിചാരണ നടപടികൾ അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ലഹരി കേസുകളുടെ ഭൂരിഭാഗം കേസുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചത് FSL റിപ്പോർട്ട് വൈകുന്നത് എന്തുകൊണ്ടെന്നാണ്. FSL ലാബിൽ അയക്കുന്ന പരിശോധനാ ഫലം, ഇത് ഡ്രഗ്സിന്റെ ഏത് സ്വഭാവത്തിൽപ്പെട്ട ഡ്രഗ്സ് ആണ് എന്നറിയുന്നതിന് വേണ്ടിയാണ് FSL പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നത്. പക്ഷേ പരിശോധനയ്ക്ക് വേണ്ടി അയച്ച ഡ്രഗ്സിന്റെ ഫലം വരാൻ ഏകദേശം 3 മാസവും 4 മാസവും 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട്. പോലീസിന് അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനും കുറ്റപത്രം ഫ്രെയിം ചെയ്യാനും ഒക്കെ ഒരുപാട് സമയമെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് തന്നെ രജിസ്റ്റർ ചെയ്ത പല കേസുകൾ സാധാരണഗതിയിൽ 3 മാസത്തിലാണ് NDPS കേസുകളുടെ കുറ്റപത്രമൊക്കെ സമർപ്പിക്കാറുള്ളത്. പക്ഷേ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത പല കേസുകളിലും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട വെല്ലുവിളി FSL റിപ്പോർട്ട് വൈകുന്നതാണ്. ഇപ്പോൾ ഓം പ്രകാശ് പ്രതിയായ ഒരു കേസ്, ലഹരി കേസ് നമുക്ക് മുൻപിലുണ്ട്. അത് പിടികൂടിയത് ഏകദേശം 6 മാസം പിന്നിടുന്നു. ഇപ്പോഴും അതിൽ FSL റിപ്പോർട്ട് വരാത്തതുകൊണ്ട് കുറ്റപത്രം ആയിട്ടില്ല. അതോടൊപ്പം ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസ് നമുക്ക് മുൻപിലുണ്ട്. അതിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. FSL റിപ്പോർട്ട് വൈകുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ഈ FSL റിപ്പോർട്ടിന്റെ ഒരു ദൂഷ്യഫലം, അത് നിരപരാധികൾ പോലും ഇത് വൈകുന്നത് കൊണ്ട് ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഷീല സണ്ണിയെ പോലുള്ള ആളുകൾ, കാസർഗോഡ് 2 പേർ ഈ മെത്തഫെറ്റമിൻ എന്ന് പറഞ്ഞ് പിടികൂടിയ 2 പേർ ജയിലിൽ കിടക്കുകയും പിന്നീട് അത് കൽക്കണ്ടമാണെന്ന് ഏകദേശം 5 മാസം 6 മാസം ജയിൽവാസത്തിന് ശേഷമൊക്കെയാണ് റിസൾട്ട് വരുമ്പോൾ അറിയുന്നത്. അപ്പോൾ ഈ FSL റിപ്പോർട്ട് നേരത്തെ ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതിൽ മതിയായ സ്റ്റാഫുകൾ ഇല്ലാത്തതാണ് അതിന്റെ ഒരു പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട ഹർജി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ മാത്രമേ ഈ NDPS കേസുകളിൽ കൃത്യമായി ശിക്ഷ വിധിക്കാനും കുറ്റപത്രം സമർപ്പിക്കാനും ഒക്കെ പോലീസിനും എക്സൈസിനും ഒക്കെ ഉള്ള അതിൽ അടിയന്തരമായ നടപടി വേണം. ഈ വർഷം ഈ ഓണ സമയത്തോടനുബന്ധിച്ചും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ പോലീസും എക്സൈസും കർശനമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. വളരെ അടിയന്തര പ്രാധാന്യം കിട്ടേണ്ട ഒരു കാര്യമാണ് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്തത്. 27,000 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതിൽ 3 കേസ് ശിക്ഷിക്കപ്പെടുക, അതെന്തൊരു കണക്കാണ്. അപ്പം ഈ FSL റിപ്പോർട്ട് താമസിപ്പിക്കുന്നത്, അതായത് ഫോറൻസിക് സയൻസ് ലാബിൻ്റെ റിപ്പോർട്ട് താമസിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. FSLൻ്റെ കാര്യത്തിൽ കാര്യമായ ഒരു ഇടപെടൽ വേണം. ഈ അപരാധികളെ ശിക്ഷിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ കേരളം ഇതിൽ നിന്ന് മുക്തമാകാനുള്ള സാധ്യത പിന്നെയും കുറയുകയാണ്. നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ അക്ഷീണം പോരാട്ടം നടത്തുമ്പോൾ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് നമ്മൾ വളരെ ശക്തമായി ആവശ്യപ്പെടുകയാണ്.
കേരളത്തിൽ നബിദിനം സെപ്റ്റംബർ 5-ാം തീയതിയായിരിക്കും. മാസപ്പിറവി കേരളത്തിൽ പലയിടങ്ങളിലും ദൃശ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. സംയുക്ത കാസ്യമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം, ഖലീൽ ബുഖാരി എന്നിവരാണ് ഈ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ പറയും. സമീർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം, പറയൂ. SKN കേരളത്തിലെ വിവിധയിടങ്ങളിൽ കാപ്പാട്, കടപ്പുറം ഉൾപ്പെടെ വിവിധയിടങ്ങളിലാണ് മാസപ്പിറവി കണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നബിദിനം എന്നാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളുമാണ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. കൂടാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. കൂടാതെ കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമാലുൽ ലൈലി, അതുപോലെ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നായിബ് കൂടിയായിട്ടുള്ള കോഴിക്കോട് ഖാദി സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ എന്നിവരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതിൽ ഇങ്ങനെ കോഴിക്കോട് കാപ്പാട്, കടപ്പുറത്ത് ഉൾപ്പെടെ മാസപ്പിറവി കണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത മാസം 5-ാം തീയതി സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയായിരിക്കും നബിദിനം എന്നത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. മിലാദ് ഷെരീഫ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് മുതൽ തന്നെ വിവിധയിടങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥയുടെ നേതൃത്വത്തിൽ ഇന്ന് ഗ്രാൻഡ് മൗലിദ് ഉണ്ടായിരുന്നു കോഴിക്കോട്. അതുപോലെ തന്നെ വിവിധ പള്ളികളിലും വിവിധ മദ്രസകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവാചകന്റെ മദ്ഹ് പാടി പറയുന്ന വിവിധ പരിപാടികൾ, മൗലിദ് പാരായണം ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏതാനും നാളുകൾക്ക് മുന്നോടിയായിക്കൊണ്ട് തന്നെ ദഫ് മത്സരങ്ങൾ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ നബിദിനം എന്നാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് സംസ്ഥയുടെ നേതാക്കളുടെയും അതുപോലെ തന്നെ വിവിധ കാളിമാരുടെയും ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞേക്കുന്നത് വളരെ സന്തോഷം. ചില ആൾക്കാർ നല്ല ലുക്കായിട്ടുണ്ടല്ലോ. ലുക്കാകണ്ടേ നമുക്ക്, വല്ലപ്പോഴെങ്കിലും ലുക്കായില്ലേ പിന്നെ ഈ ലുക്കിനെ എവിടെ പോകും നമ്മൾ. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. CPM-ലെ കത്ത് വിവാദത്തിൽ നിയമ നടപടിയുമായി ഡോക്ടർ TM തോമസ് ഐസക് രംഗത്ത് വന്നിരിക്കുന്നു. ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദിന് അദ്ദേഹം നോട്ടീസ് അയച്ചു. 1 കോടി രൂപ നഷ്ടപരിഹാരം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു കൊടുത്തിരിക്കുന്നത്. വിവാദമായ കത്തിൽ MP രാജേഷ്, തോമസ് ഐസക്, P ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ ബിനാമിയാണ് UK-യിലുള്ള രാജേഷ് കൃഷ്ണൻ എന്നായിരുന്നു ഈ ചെന്നൈയിലെ വ്യവസായി ആരോപിച്ചത്. മനീഷ് മഹിവാൽ തിരുവനന്തപുരം വിവരങ്ങൾ നൽകും. മനീഷ്, പറയൂ. SKN CPIM-ൽ ഇപ്പോഴും ആള് കത്തുന്ന വിവാദമാണ് കത്ത് വിവാദം. UK വ്യവസായിയും CPIM അംഗവുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ 2022-ലാണ് ചെന്നൈ വ്യവസായിയായിട്ടുള്ള മുഹമ്മദ് ഷർഷാദ് ഒരു പരാതി നൽകുന്നത്. പരാതിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ചില മന്ത്രിമാരും മുൻ മന്ത്രിമാരും ചില CPIM നേതാക്കളും, അതിൽ TM തോമസ് ഐസക്, മേഴ്സിക്കുട്ടിയമ്മ, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള CPIM-ലെ നേതാക്കളുണ്ട്. ഇവർ ബിനാമി ഇടപാടുകൾ നടത്തുന്നത് ഈ രാജേഷ് കൃഷ്ണയുടെ പേരിലാണ്. ഒപ്പം തന്നെ വിദേശത്തെ ചില കടലാസ് കമ്പനികളുടെ പേരിൽ സംസ്ഥാനത്ത് ചില പദ്ധതികൾ കൊണ്ടുവരികയും തീരദേശ മേഖലയിൽ ഒരു പദ്ധതി കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ കടലാസ് കമ്പനികളുടെ കയ്യിൽ നിന്നും ഈ CPM-ലെ നേതാക്കൾ പണം വാങ്ങിയതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളുള്ള ഈ കത്ത് പിന്നീട് PBക്ക് കൊടുത്ത ഈ കത്ത് പിന്നീട് ഈ രാജേഷ് കൃഷ്ണ പിന്നീട് ഒരു കോടതിയിൽ കൊടുത്ത മാനനഷ്ടത്തിന് കൊടുത്ത കേസിൽ ഒരു ഡോക്യുമെൻ്റായി ഫയൽ ചെയ്തു. ആ ഡോക്യുമെൻ്റായി ഫയൽ ചെയ്ത ഈ കത്തിലെ വിവരങ്ങൾ പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൂടെയാണ് മാധ്യമങ്ങളിലൂടെ തന്നെ വെളിയിൽ വന്നു. അങ്ങനെ ഗുരുതരമായ ആരോപണം അടങ്ങുന്ന CPM-ലെ കത്ത് വിവാദത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് TM തോമസ് ഐസക്കിനടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ കൂടി പുറത്തു വന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ മുഹമ്മദ് ഷർഷാദ് പിന്നീട് മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തിയിരുന്നു. 24 അടക്കമുള്ള മലയാള മനോരമ പത്രം അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ഈ ഷർഷാദ് തോമസ് ഐസക്കിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതിൽ ആണ് മാനനഷ്ടത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് അപകീർത്തിപ്പെടുത്തി ഇതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ 1 കോടി രൂപ തനിക്ക് മാനനഷ്ടമായി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിലെ അഭിഭാഷകൻ മുഖേന മുൻ മന്ത്രിയും CPM നേതാവുമായ തോമസ് ഐസക് ഒരു ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വളരെ സങ്കടകരമായ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വയനാട് സ്വദേശി 25-കാരനായ ഒരാൾക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 8ആയി. പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിലും വർധന വന്നിരിക്കുന്നു. ഒരു മാസത്തിനിടെ 46 പനിമരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. വയനാട് സ്വദേശി ഇന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 8ആയി. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ 6 പേരും വയനാട് ജില്ലയിലെ 2 പേരുമാണ് ചികിത്സയിലുള്ളത്.
രോഗത്തിന്റെ ഉറവിടം വ്യക്തമാകാത്തത് ആരോഗ്യവകുപ്പിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ പ്രാദേശികമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. സാമ്പിളുകളുടെ പരിശോധനാ ഫലവും താമരശ്ശേരിയിൽ രോഗം സ്ഥിരീകരിച്ച സ്ഥലത്തു നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം ശേഖരിച്ച സാമ്പിൾ ഫലവും ലഭ്യമായിട്ടില്ല. അതേസമയം ഒരു മാസത്തിനിടെ 46 പനിമരണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. പനിബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. എലിപ്പനി ബാധിച്ച് 28 പേർ മരിച്ചു. 24 കോഴിക്കോട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് ഒരു വാർത്ത അറിയിക്കുന്നു. ഒരു ട്രാവലർ മറിഞ്ഞ് 10 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ പെരുമ്പുന്നയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുണ്ടൽപേട്ടിൽ പോയി മടങ്ങുകയായിരുന്ന മെരുവമ്പായി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. 10 പേർക്ക് പരിക്കേറ്റു. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം അരുൺ പൂപ്പറമ്പയ്ക്ക് നൽകാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഈ ട്രാവലർ മറിഞ്ഞ ദൃശ്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 10 പേർക്ക് പരിക്കേറ്റു. പെരുമ്പുന്നയിലാണ് ഈ അപകടം നടന്നത്. ഈ പരിക്കേറ്റ 10 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയുന്നത്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ് പ്രൈം ടൈമിൽ. അരുൺ, വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യൂ. SK വൈകിട്ട് 8 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. പാലപ്പുഴ പെരുമ്പുന്ന മലയോര ഹൈവേയിലാണ് പെരുമ്പുന്ന മൈത്രി ഭവന് സമീപം ഈ അപകടമുണ്ടായത്. റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ച് ഈ റോഡരികിലേക്ക് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഈ ട്രാവലർ. ഈ വാഹനത്തിൽ 10 പേരുണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ആ 10 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇവരെ 10 പേരെയും ആദ്യഘട്ടത്തിൽ ഇരിട്ടിയിലെ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത്. പിന്നീട് ആരോഗ്യനില ഗുരുതരമായ 2 പേരെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ഗുണ്ടൽപേട്ടിൽ പോയി മടങ്ങുകയായിരുന്നു. ഇവർ കൂത്തുപറമ്പ് മെരുവമ്പായി സ്വദേശികളാണ്. ഗുണ്ടൽപേട്ടിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അവിടെ ടൂറിനായി പോയതാണ്. അതിനുശേഷം ആ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മെരുവമ്പായി സ്വദേശികളാണ് ഇവർ സുഹൃത്തുക്കളും മറ്റ് ആൾക്കാരും ഒക്കെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അത് സംബന്ധിച്ച് ഇവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവരെ മുഴുവൻ പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ നിലയാണ് ഗുരുതരം. അവരെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാത്രി 8 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ട്രാവലർ റോഡ് അരികത്തിലുള്ള താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. തല കീഴായി ഈ വാഹനം മറിഞ്ഞിട്ടുണ്ട്. പിന്നീട് പെട്ടെന്ന് ഈ ശബ്ദവും ഒക്കെ കേട്ടാണ് അവിടെ നാട്ടുകാരൊക്കെ ഓടിയെത്തിയത്. നാട്ടുകാരും ഫയർഫോഴ്സും കൂടിയാണ് ഈ വാഹനത്തിൽ നിന്ന് ഈ പരിക്കേറ്റവരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരമാണ് ഒടുവിലായി ലഭിച്ചിട്ടുള്ളത്. എറണാകുളത്ത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ യുവാവ് പിതാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. കഴുത്തിന് വെട്ടേറ്റ മുഹമ്മദ് അലി എന്നയാളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കളമശ്ശേരി വട്ടേക്കുന്നത്ത് ആണ് ഈ സംഭവം വൈകുന്നേരം നടന്നത്. ആൻമരിയ സണ്ണി ടെലിഫോണിൽ ചേർന്നു. ആൻമരിയ, വിശദാംശങ്ങൾ. SK ഇന്ന് വൈകുന്നേരം 4:00 കൂടിയാണ് ഞെട്ടിക്കുന്ന സംഭവം കളമശ്ശേരി വട്ടേക്കുന്നത്ത് സംഭവിക്കുന്നത്. ഈ മുഹമ്മദ് അലി മകളുടൊപ്പമാണ് ഇവിടെ താമസിക്കുന്നത്. ഈ മകനുമായിട്ട് കുറച്ചു നാളുകളായിട്ട് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാരും പോലീസും പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സ്കൂട്ടറിലെത്തിയ മകൻ ആദ്യഘട്ടത്തിലെല്ലാം ഈ വീടിന്റെ പരിസരം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. പിന്നീട് ഈ പിതാവായിട്ടുള്ള മുഹമ്മദ് അലി ഒറ്റയ്ക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ചില തരത്തിലുള്ള തർക്കത്തിലേക്ക് കടക്കുന്നു. പിന്നീട് പെട്ടെന്ന് കഴുത്തിന് വെട്ടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ കരച്ചിൽ ബഹളം കേട്ടുകൊണ്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഈ മുഹമ്മദ് അലിയെ തൊട്ടടുത്തുണ്ടായിരുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. മുഹമ്മദ് അലിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പോലീസിൽ നിന്നും ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മകനായിട്ടുള്ള ജിതിൻ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മകന് വേണ്ടിയിട്ടുള്ള അന്വേഷണം എന്തായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 4:00 കൂടിയാണ് കളമശ്ശേരിയിൽ ഈ സംഭവം നടക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. ആലപ്പുഴയിൽ 8 വയസ്സുകാരനോട് സഹപാഠിയുടെ ക്രൂരത. സഹപാഠി സ്വകാര്യ ഭാഗത്ത് പെൻസിൽ കുത്തി ഇറക്കിയതിനെ തുടർന്ന് 8 വയസ്സുകാരൻ കുറച്ചധികം നാളായി വേദന തിന്ന് കഴിയുകയാണ്. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന സംഭവത്തിൽ സ്കൂൾ അധികൃതരും പോലീസും നടപടി സ്വീകരിക്കുന്നില്ല എന്ന് രക്ഷിതാക്കളുടെ ആരോപണമുയർന്നു.
കഴിഞ്ഞ ജനുവരിയിലാണ് സംഭവം. 8 വയസ്സുകാരൻ ബെഞ്ചിലിരിക്കുന്നതിന് മുമ്പ് പെൻസിൽ കുത്തിയിറക്കിയെന്നാണ് പരാതി. സ്വകാര്യ ഭാഗത്ത് കുത്തിയിറക്കിയ പെൻസിൽ മുന ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത് 1 മാസത്തിന് ശേഷം. ഇപ്പോഴും വേദന തിന്നാണ് 8 വയസ്സുകാരന്റെ ജീവിതം. കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് വിദ്യാർത്ഥി പറയുന്നു. കളിക്കാനൊക്കെ പോകും, പക്ഷെ കളിച്ചിട്ട് ചിലപ്പോൾ വേന കാണത്തില്ല, തിരിച്ചു വരുമ്പോൾ നല്ല വേന എടുക്കും. വിഷയം സ്കൂൾ അധികൃതർ കാര്യമായി എടുത്തില്ല. പോലീസിൽ പരാതി നൽകിയെങ്കിലും കുട്ടിയുടെ മൊഴി തിരുത്തി കേസ് അട്ടിമറിച്ചെന്നും മാതാപിതാക്കൾ ആരോപിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേസ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് വന്നായിരുന്നു. ഇതേ തുടർന്ന് ഞങ്ങൾ DYSP ഓഫീസിൽ പോവുകയും അവിടുത്തെ ഉദ്യോഗസ്ഥർ ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നും അതിനെതിരെ 2 സാക്ഷികളെ വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കുമെന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയെല്ലാം ചെയ്യുമായിരുന്നു. കുട്ടിയുടെ മൊഴി തിരുത്തിയായിരുന്നു. അത് സൗത്ത് പോലീസ് സ്റ്റേഷനിലെ മൊഴിയെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥ. കുട്ടി പറഞ്ഞ കാര്യങ്ങളല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്ന. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി, DYSP, ആലപ്പുഴ സൗത്ത് SHO എന്നിവരാണ് കേസ് അട്ടിമറിച്ചതെന്നാണ് പരാതി. 24 ആലപ്പുഴ. ഷീല ജനാർദ്ദൻ്റെ ഒരു കമൻ്റാണ്, നിങ്ങൾ എത്രയൊക്കെ ലഹരിക്കെതിരെ പ്രതികരിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതിൻ്റെ ഇരട്ടി കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഷീല, നമുക്ക് അങ്ങനെ ഒരു നിരാശപ്പെട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. നമ്മൾ ഈ ബോധവൽക്കരണത്തിൽ ഇറങ്ങിയതിന് ശേഷം SKN40 യാത്രയ്ക്കിടയിലൊക്കെ എത്ര ആളുകളാണ് എക്സൈസിൻ്റെ കസ്റ്റഡിയിലായത്, പോലീസ് പിടിച്ചത്. ഇപ്പോൾ പല സ്ഥലത്തും അനുഭവപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് കൂടി ഷീല മനസ്സിലാക്കണം. ഒരു വിഡ്രോയൽ സിംറ്റംസ് ഉണ്ട്. അതായത് ആളുകൾക്ക് സാധനം കിട്ടുന്നില്ല. സാധനം കിട്ടാത്തതുകൊണ്ട് പല ചെറുപ്പക്കാരികളും നന്നായി ബുദ്ധിമുട്ടുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് വരുമ്പോഴാണ് ഷീല പറയുന്നത് ഒന്നും നടക്കുന്നില്ല. നമ്മളങ്ങനെ ഒന്നും നടക്കുന്നില്ല ഒന്നും ഇക്വേഷനിൽ ജീവിക്കരുത് കേട്ടോ. നടക്കും എന്ന പോസിറ്റീവ് ചിന്ത മുന്നോട്ട് പോവുക. നമ്മൾ അവസാനത്തെ ഇതിൻ്റെ ശവപ്പെട്ടിയിൽ വാണിയടിക്കും, അതിനകത്ത് സംശയം വേണ്ട. മാത്രം ഈ എല്ലാ ദിവസവും ഇനി ഈ യജ്ഞം, അതായത് ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞം എന്ന് നമ്മൾ ഇൻവെർട്ടർ കോമയിട്ട് പറഞ്ഞ ഈ കാര്യം ഇനി എല്ലാ ദിവസവും നടക്കാൻ പോവുകയാണ്. നമ്മൾ മാത്രമല്ല, ഏറ്റവും മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഇതിനോടൊപ്പം ഉണ്ട്. സംസ്ഥാന സർക്കാരുണ്ട്. സർക്കാരിലെ വിവിധ വകുപ്പുകളുടെ പിൻവലത്തോടെയാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ആത്മവിശ്വാസം കുറയാൻ പാടില്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ഒരു പ്രഭാതത്തിൽ സൂര്യൻ നന്നായിട്ട് ഉദിക്കും. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ കൂട്ടുകെട്ടെന്ന് ആവർത്തിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർണാടകയിൽ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇതുവരെ തനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് കൊള്ളയ്ക്കും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനും എതിരായ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ തുടരുകയാണ്. വോട്ട് കൊള്ളയ്ക്കെതിരെയാണ് യാത്രയെങ്കിലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശത്തിലാണ് ഇന്ത്യ സഖ്യം യാത്ര നടത്തുന്നത്. അരാരിയയിൽ ബുള്ളറ്റ് ഒട്ടിച്ചാണ് പ്രചാരണം. സാധാരണക്കാരുടെ വോട്ട് കൂടി മോഷ്ടിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ കൂട്ടുകെട്ടെന്നും ആരോപണം. वोट चोर गद्दी छोड़, वोट चोर गद्दी छोड़, वोट चोर गद्दी छोड़. अब चुनाव आयोग जाके इन बच्चों से बात कर ले, पता लग जाएगा. बट बड़ा यूनिक फिनोमेना है, क्योंकि इसका क्या मतलब है कि ये अब बिल्कुल अंदर घुस गया है. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP വക്താവായി പ്രവർത്തിക്കുന്നുവെന്ന് തേജസ്വി യാദവ്. ഈ മാസം 17-ന് സസാറാമിൽ നിന്ന് ആരംഭിച്ച വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനം തുടരുകയാണ്. സെപ്റ്റംബർ 1-ന് പാട്നയിൽ നടക്കുന്ന മഹാറാലിയോടെ യാത്ര അവസാനിക്കും. 24 ഡൽഹി. ഡൽഹിയിലെ നോയിഡയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള ഭർത്താവ് വിപിൻ ഭാട്ടിയയ്ക്ക് പോലീസിന്റെ വെടിയേറ്റു. ഇന്ന് കസ്റ്റഡിയിൽ നിന്ന് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് വെടിവെച്ചത്. യുവതിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ടിന്നർ വാങ്ങിയ കടയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. സുരക്ഷയ്ക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്ക് പിടിച്ചു വാങ്ങി ഓടിയ വിപിൻ ഭാട്ടിയുടെ കാലിൽ പോലീസ് വെടിയുതിർത്തു. സ്ത്രീധനത്തിന്റെ പേരിൽ കൊടിയ പീഡനമാണ് കൊല്ലപ്പെട്ട നിക്കി അനുഭവിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ വെളിപ്പെടുത്തി. തന്റെ മുന്നിലിട്ടാണ് അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും ചേർന്ന് അമ്മയെ തീ കൊളുത്തിയതെന്ന് നിക്കിയുടെ ഇളയ മകനും പറയുന്നു. ഗ്രേറ്റർ നോയിഡയിലെ സിർസയിൽ താമസിക്കുന്ന നിക്കിയെ ഭർത്താവ് വിപിൻ ഭാട്ടിയും ഭർത്തൃമാതാവും ചേർന്നാണ് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. ഇതേ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത നിക്കിയുടെ സഹോദരി കാഞ്ചന്റെയും ഇളയ മകന്റെയും കൺമുന്നിലായിരുന്നു ക്രൂരത.
ദേഹമാസകലം തീ പടർന്ന് നീക്കി പ്രാണരക്ഷാർത്ഥം വീട്ടിലെ പടികളിറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളുടെ പുറത്തു വന്നിരുന്നു. ഗുരുതരമായ പൊള്ളലേറ്റ് നിക്കി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. 24 ഡൽഹി. തിരുവനന്തപുരം വിതുര തൊളിക്കോട് മേഖലയിൽ ഭീതി പടർത്തിയ കാട്ടുപോത്തിനെ കാട് കയറ്റിവിട്ടു. മയക്കുവെടി വെച്ച പിടികൂടിയ ശേഷം കാട്ടിലേക്ക് തുറന്നുവിടുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം 7:45 പേപ്പാറ വന്യജീവി സങ്കേതത്തിലാണ് കാട്ടുപോത്തിനെ തുറന്നുവിട്ടത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാട്ടുപോത്തിനെ കാട് കയറ്റുക. മനുഷ്യനിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വയ്യ. അപ്പോൾ അത് കഴിയുമ്പോഴാണ് കാട്ടിൽ നിന്ന് കാട്ടുപോത്തോട് ഇറങ്ങി വരുന്നത്. ഓണമായിട്ട് ഉള്ള വരവായിരിക്കും എന്തായാലും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം ടെലിഫോണിൽ ചേരുകയാണ്. അലക്സേ, കാട്ടുപോത്ത് കാട് കയറി പോയോ? എസ്കാൻ കാട് കയറി പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. എസ്കാൻ ഇത് വിതുര തൊളിക്കോട് മലയാടി മേഖലയിലാണ്, അതായത് ജനവാസ മേഖലയാണ്. കഴിഞ്ഞ 4-5 ദിവസമായി കാട്ടുപോത്ത് അവിടെ ജനങ്ങളിൽ ഭീതി പരത്തി ആ നാട്ടിലാകെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലായിരുന്നു. ജനങ്ങൾ വനംവകുപ്പിനടക്കം നേരത്തെ വിവരം അറിയിച്ചതാണ്. ഇന്ന് വൈകുന്നേരം മലയാടി ഭാഗത്ത് സെറ്റിൽമെന്റ് പ്രദേശമുണ്ട്, ജനവാസ മേഖലയാണ്. അവിടെ നിന്ന് ഏതാണ്ട് വൈകുന്നേരം 4:15 ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് 3-4 ദിവസമൊക്കെ ഈ ആളുകൾ ഇതിനെ ഓടിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ഇത് അവശതയിലായിരുന്നു, തളർന്ന അവശ നിലയിലായിരുന്നു. അതിന് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു, മാത്രമല്ല കാലിൽ മുടന്തുണ്ടായിരുന്നു. അതുകൊണ്ട് മയക്കുവെടി വെക്കുന്നതിന് വലിയ പ്രയാസം ഉണ്ടായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലാണ് കാട്ടുപോത്തിന് മയക്കുവെടി വെച്ചത്. തുടർന്ന് മയങ്ങിയ കാട്ടുപോത്തിന് ചികിത്സ നൽകി പിന്നാലെ 7:45 വാഹനത്തിൽ പേപ്പാറ വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിച്ച് അവിടെ തുറന്നു വിടുകയായിരുന്നു. തിരുവനന്തപുരം DFO ദേവിപ്രിയ, പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസർ എസ് ശ്രീജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ദൗത്യം നടന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാട് കയറിയിട്ടുണ്ട്, പക്ഷേ അതിന്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്, അവശനിലയിലാണ്. സ്വാഭാവികമായി ശ്രദ്ധിക്കേണ്ടി വരും അടുത്ത ദിവസങ്ങൾ വനംവകുപ്പ് ഈ കാട്ടുപോത്തിന്റെ ആരോഗ്യസ്ഥിതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ജനങ്ങൾക്ക് ക്ഷമ നശിപ്പിച്ച കാട്ടുപോത്തിനെ അവസാനം അങ്ങനെ കാട് കയറ്റി വിട്ടു എന്നുള്ള സന്തോഷ വാർത്തയുണ്ട്. സജി പറയുന്നു, SK ആര് പറഞ്ഞാലും നമ്മുടെ ഇപ്പോഴത്തെ യജ്ഞത്തിൽ നിന്ന് പിൻവാങ്ങരുത്. ഈ ലഹരിക്കെതിരെയുള്ള നീക്കത്തിൽ തീർച്ചയായിട്ടും റിസൾട്ടുണ്ട്. പല പ്രേക്ഷകരും പറയുന്നു ലഹരി മാഫിയ സംഘങ്ങൾക്കൊക്കെ അത്യാവശ്യം ഭയമായിട്ടുണ്ട്, പേടിക്കും. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ആരായാലും, അവരെത്ര ഉന്നതരായാലും എത്ര താഴെയുള്ളവരായാലും അവർ പേടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ ലക്ഷ്യബോധം വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുക. ഇനി നമുക്ക് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് പരിശോധിക്കണം. ന്യൂസ് ഹെഡ്ലൈൻസ്. അതിനു മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞു വന്നാൽ നമ്മളുടെ പ്രധാനപ്പെട്ട വാർത്തകൾ ആരംഭിക്കുകയായി. റെയിൽവേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഇനി ചെറിയൊരു അറിയിപ്പ് പറയുകയാണ്. എറണാകുളം ലോകമാന്യത്തിലെ തുരന്തോ എക്സ്പ്രസ് ഇന്ന് 2 മണിക്കൂർ വൈകും. ഇന്ന് രാത്രി 9:30 മണിക്ക് എറണാകുളത്ത് നിന്നും യാത്ര ആരംഭിക്കേണ്ടിയിരുന്ന ട്രെയിൻ 11:25 മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് ദക്ഷിണ റെയിൽവേ അറിയിക്കുന്നു. യാത്രക്കാർ ശ്രദ്ധിക്കുക. മറ്റൊരു വാർത്തയിലേക്ക്. പുറത്തുള്ള വിദഗ്ധർ നിർമ്മിച്ച് നൽകുന്ന വർക്കിംഗ് സ്റ്റീൽ മോഡലുകളുമായി ഇനി സ്കൂൾ ശാസ്ത്രമേളകൾക്ക് എത്താൻ കഴിയില്ല. നിർമ്മിച്ചെത്തിക്കുന്ന മോഡലുകൾക്ക് കുട്ടികൾ തന്നെ നിർമ്മിച്ചു എന്നതിൻ്റെ തെളിവായി വീഡിയോയും ഫോട്ടോകളും ഹാജരാക്കണം. ഇവ പരിശോധിച്ച ശേഷമാകും വിധികർത്താക്കൾ മാർക്ക് നൽകുക. ശാസ്ത്രോത്സവ മാനുവൽ വിദ്യാഭ്യാസ വകുപ്പ് കാലോചിതമായി പരിഷ്കരിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സ്കൂൾ ശാസ്ത്രമേളയിൽ ഏറ്റവും ആകർഷകമായ മത്സര പുത്തൻ ശാസ്ത്ര കണ്ടെത്തലുകളും ചിന്തകളും പ്രദർശിപ്പിക്കുന്ന വർക്കിംഗ് സ്റ്റീൽ മോഡലുകൾ. എന്നാൽ ചിലരെങ്കിലും പുറത്തുനിന്ന് വിദഗ്ധരെ ഉപയോഗിച്ച് നിർമ്മിച്ച മോഡലുകളുമായി ശാസ്ത്രമേളയ്ക്ക് എത്താറുണ്ട്. പലരും ഇത്തരത്തിലുള്ള മോഡലുകൾ ഉപയോഗിച്ച് സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ മുതൽ ആ തട്ടിപ്പ് നടക്കില്ല. നിർമ്മാണ സമയം മുതൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന വീഡിയോ, ഫോട്ടോ എന്നിവ ചിത്രീകരിക്കണം. മത്സര സമയത്ത് 5 മിനിറ്റ് വരെയുള്ള നിർമ്മാണ വീഡിയോയും വിധി നിർണയത്തിനായി കൈമാറണം. ഗവേഷണാത്മക പ്രോജക്റ്റുകൾക്കും വീഡിയോ നിബന്ധന ബാധകമാണ്. ഒപ്പം ഫോട്ടോകൾ പ്രദർശിപ്പിക്കുകയും വേണം. പരിഷ്കരിച്ച ശാസ്ത്രോത്സവ മാനുവലിലാണ് നിബന്ധനകൾ ഉൾപ്പെടുത്തിയത്. പുതുതായി പ്രൈമറി തലത്തിൽ പരിസര നിരീക്ഷണം നടത്തി കുറിപ്പ് തയ്യാറാക്കാനും റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നീ തത്സമയ മത്സരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവൃത്തി പരിചയ മേളയിൽ മുൻപുണ്ടായിരുന്ന ചന്ദനത്തിരി നിർമ്മാണം, കുട നിർമ്മാണം, ചോക്ക് നിർമ്മാണം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. EWS സംവരണത്തിനെതിരെ നടത്തുന്ന പ്രചാരണങ്ങൾ പ്രതിഷേധാർഹമെന്ന സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ. VT ബൽറാം നടത്തിയ പ്രസ്താവന വാസ്തവവിരുദ്ധവും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണ്.
സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്കായി 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന 10% EWS സംവരണം ഭരണഘടനാപരമായി ലഭിച്ച നീതിയാണെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പറഞ്ഞു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നും ചേരുന്നു. ആൻമരിയ, വിശദാംശങ്ങൾ പറയും. കേരളത്തിലെ മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് വന്ന ഉടൻ തന്നെ സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്കുള്ള EWS സംഭരണത്തിനെതിരെ ഈ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. ഈ പ്രസ്താവന വാസ്തവവിരുദ്ധവും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണെന്നാണ് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനവും ഇവർ നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ EWS സംഭരണത്തിലൂടെ മുന്നാക്ക ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ MBBS സീറ്റുകൾ അനർഹമായി നേടിയെന്നായിരുന്നു VT ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്നും ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്കായി 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന 10% EWS സംഭരണം ഭരണഘടന ലഭിച്ച നീതിയാണ് എന്നും ഇത് ആ നീതിക്കെതിരെയായിരുന്നു അതിന്റെ പ്രസ്താവന എന്നും അടക്കം ഇതിനകത്ത് പറയുന്നുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ സംഭരണത്തിന്റെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾക്കെതിരെ പൊതുമനസാക്ഷി ഉണരണമെന്നും ഇതിനകത്ത് കുറിക്കുന്നുണ്ട്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. പീഡന ആരോപണങ്ങളെ തുടർന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും അതിന് വഴങ്ങാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമെന്നാണ് രാഹുലിന്റെ ആവശ്യം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രാജി സാധ്യത നിഷേധിക്കുന്നില്ല. രാജിക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പക്ഷേ പ്രതികരിച്ചില്ല. അദ്ദേഹം വോയിസ് റെസ്റ്റിലാണ്. ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം കൂടി രാജിവെക്കണമെന്ന് നിലപാടെടുത്തത്. കോൺഗ്രസിന്റെ സമീപകാല ചരിത്രത്തിലൊന്നുമില്ലാത്ത വിധം വലിയ പിന്തുണയാണ് ഇതിന് ലഭിച്ചത്. മുതിർന്ന നേതാക്കളും MLA-മാരുമെല്ലാം നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു. എന്നാൽ രാജിക്ക് വേണ്ടി മുറവിളി ഉയരുമ്പോഴും രാഹുലിന്റെ നിലപാട് അനുകൂലമല്ല. തനിക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം കൊടുക്കുന്നൊരു ഒരു അവസ്ഥയുണ്ടല്ലോ, അയാളെ കൂടി കേൾക്കുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സ്ഥിതി ഗുരുതരമാണെന്ന ഹൈക്കമാൻഡ് പ്രതികരണത്തിൽ നിന്ന് ദേശീയ നേതൃത്വ നിലപാട് വ്യക്തമാകുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി 24 മണിക്കൂറിനകം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനത്തു നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നീടും ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്ന KPCC നേതൃത്വവും രാജ്യസാധ്യത തള്ളിക്കളയുന്നില്ല. ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി ഉചിതമായ തീരുമാനം തക്ക സമയത്ത് ഉണ്ടാകും. അങ്ങനെ തീരുമാനമുണ്ടായാൽ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കും. രാഹുലിന്റെ രാജി ആവശ്യത്തിൽ നാളേക്കകം തീരുമാനമുണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സൂചന. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ആവശ്യം ശക്തമാകുന്ന പക്ഷം സമിതി ഓൺലൈനായി ചേരാനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. പ്രീന സതീശൻ ഒരു സംശയം ചോദിച്ചു. SKN, ഈ ധർമ്മസ്ഥലയിലെ സത്യവും മിഥ്യയും എന്താണ്? നമ്മളും ആ കൺഫ്യൂഷനില്ല. അതല്ലേ ഇപ്പോൾ പ്രശ്നം. അതായത് നമ്മൾ അവിടെ വളരെ റിപ്പോർട്ടറെയൊക്കെ അയച്ച് നമ്മൾ കാര്യമായിട്ട് വാർത്തകളൊക്കെ കൊടുത്തതാണ്. ഇപ്പോൾ വരുന്ന വാർത്തകൾ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുക. അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു, ചിലതൊക്കെ നാടകമാണെന്ന് പോലും നമ്മൾ സംശയിക്കും. എന്നാലും മറ്റു വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. നിരന്തരം ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നിന് മാത്രം മറുപടി പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ട്രാൻസ്വുമൺ അവന്തിക തനിക്കെതിരെ നടത്തിയ ആരോപണം വ്യാജമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അവന്തികയും മാധ്യമപ്രവർത്തകനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. രാജി ആവശ്യം ശക്തമാകുന്നതിനിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താ സമ്മേളനം. അവസാന അടവെന്ന തരത്തിൽ ട്രാൻസ് വുമൺ അവന്തികയ്ക്കെതിരെ ആരോപണമുയർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് അവന്തിക ഒരു ചാനൽ റിപ്പോർട്ടറോട് പറയുന്ന ഫോൺ കോളിന്റെ ഓഡിയോ ക്ലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു. ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്.
എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. താൻ കാരണം വിഷമിച്ച കോൺഗ്രസ് പ്രവർത്തകരോട് മാപ്പ് പറഞ്ഞപ്പോൾ പാർട്ടിയെ ഒരുപാട് തവണ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നും ഓർമ്മപ്പെടുത്തൽ. നടിയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് പ്രതികരിക്കാൻ ധൈര്യമുണ്ടായത് എന്നായിരുന്നു അവന്തികയുടെ മറുപടി. ഞാൻ അന്ന് പേടിച്ചിരുന്നത് കാരണം വെച്ചാൽ ഇതൊരു പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എത്തരത്തിൽ എന്നെ ഇമ്പാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അയാൾ സംസാരിക്കുന്നത് ഏതോ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. ആരോപണങ്ങൾക്ക് മുൻപ് അവന്തിക രാഹുലിന്റെ സന്ദേശത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിരുന്നുവെന്ന് BJP നേതാവ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് തേഴ്സ്ഡേ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:55 അവന്തികയുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ചിത്രവുമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംഘടിതമായി ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും പരിഭവങ്ങളില്ലാതെ പോരാടുന്നുവെന്നും പാർട്ടിയാണ് വലുതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സമീകരണ ശ്രമം. ന്യൂസ് ഡെസ്ക് 24. രാജേശ്വരി പ്രേമചന്ദ്രൻ പറയുന്നു, രാഹുൽ പറയുന്നത് കൂടി കേൾക്കാൻ അവസരം കൊടുക്കണം, അതൊക്കെ നിയമവ്യവസ്ഥയിൽ ആവശ്യമാണെന്നാണ് പറയുന്നത്. നാസർ പറയുന്ന മറ്റൊരു കാര്യം, ഏത് ചാനൽ തുറന്നാലും രാഹുലിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കുന്നു. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് 24 ശ്രമിക്കുന്നത്. 24 കാര്യം മാത്രമല്ലേ നമുക്ക് പറയാൻ കഴിയൂ. കാസർകോട്ടേക്ക് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പോലീസ് സംഘർഷമുണ്ടായി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടയിലാണ് സംഘർഷം അരങ്ങേറിയത്. കല്യോട്ടെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മൃതിമണ്ഡപത്തിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചിരുന്നെങ്കിലും അമ്മമാരും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പ്രതിഷേധത്തിൽ അണിനിരന്നു. കല്യോട്ട് ടൗണിൽ വെച്ച് തന്നെ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷം. പ്രതിഷേധക്കാരിൽ ഒരാൾ പോലീസിന് നേരെ ചെരുപ്പെറിഞ്ഞു. ചിലർ തെങ്ങിൻപട്ട എറിയാനുള്ള ശ്രമം നടത്തി. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലക്ഷ്യം തെറ്റിയ ജലപീരങ്കി ആദ്യം പോയത് സംഘർഷത്തിൽ നിന്ന് മാറി നിന്ന സ്ത്രീകൾക്ക് നേരെ. പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് നേരെയും ജലപീരങ്കി ലക്ഷ്യം തെറ്റിയെത്തി. ബാരിക്കേഡ് കെട്ടി കയർ മുറിക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. നേതാക്കൾ ഇടപെട്ടതോടെ വീണ്ടും പ്രകടനവുമായി കല്യോട്ട് ടൗണിലേക്ക്. ഇരട്ടക്കൊലപാതക കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട CPIM പ്രവർത്തകരായ 4-ാം പ്രതി K. അനിൽകുമാർ, 8-ാം പ്രതി സുബീഷ് വെളുത്തോളി എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. 24 കാസർഗോഡ്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം ഇനി മുതൽ ഡൽഹിയിലായിരിക്കും. ഖായിദെ മില്ലത്ത് സെൻറ്റർ എന്ന് പേരിട്ട ഓഫീസ് സമുച്ചയം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. രൂപീകൃതമായി 78 കൊല്ലങ്ങൾക്ക് ശേഷം ആസ്ഥാനം ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ തെക്കേ ഇന്ത്യക്ക് അപ്പുറത്തേക്ക് വളർച്ചയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ഡൽഹി ദരിയാഗഞ്ചിലെ ശ്യാംലാൽ മാർഗിലാണ് മുസ്ലിം ലീഗിന്റെ പുതിയ ആസ്ഥാന മന്ദിരം. PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് എംപിമാർ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. Election Commission has become tool of Narendra Modi. That is why now the people are gradually realizing that this government is a bogus government. Basically, I am telling you people, 2024 Modi government didn't get a majority as well. They actually stolen the election result. That's what happened. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും സംരക്ഷിക്കുകയാണ് ലീഗിന്റെ ലക്ഷ്യമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഓരോ പൗരന്റെയും അവകാശങ്ങൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഖായിദെ മില്ലത്ത് അവകാശം ശബ്ദം ഉയർത്തിയത്. അദ്ദേഹത്തോടൊപ്പം മഹാനായ CD സാഹിബ് ഉണ്ടായിരുന്നു, പോക്കർ സാഹിബ് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചിരുന്നത്. ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെയും സ്വപ്നമായിരുന്നു ഖായിദെ മില്ലത്ത് സെന്റർ എന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ വിഷൻ
ആ മതേതര രാഷ്ട്രീയം പിന്നോക്കക്കാർക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് എന്തുമാത്രം പ്രസക്തമായിരുന്നു എന്നുള്ളത് ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. ഇലക്ഷൻ ഫ്രോഡ്, ഡെത്ത് ഓഫ് ഡെമോക്രസി എന്ന വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ മുഖ്യപ്രഭാഷണം നടത്തി. 5 നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന മന്ദിരത്തിൽ ദേശീയ കമ്മിറ്റി ഓഫീസ്, മീറ്റിംഗ് ഹാളുകൾ, വർക്ക് സ്പേസുകൾ, ഡിജിറ്റൽ കോൺഫറൻസ് ഹാൾ, പബ്ലിക് ഹാൾ, ലൈബ്രറി തുടങ്ങിയവയാണ് ഉള്ളത്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത മുസ്ലിം ലീഗ് പ്രതിനിധികളും നേതാക്കളുമടക്കം നിരവധി പേർ ചടങ്ങിന്റെ ഭാഗമായി. 24 ഡൽഹി. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തൃശൂരിൽ ലുലു മാൾ ഉയരാൻ വൈകുന്നതിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഇടപെടലുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറയുന്നു. സ്ഥലം ഏറ്റെടുത്ത പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസുമായി വന്നത്. ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA യൂസഫ് അലി. എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം തൃശ്ശൂരിൽ. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിരിൽ പോയിട്ട് കേസ് കൊടുത്തത്. ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ്. ഈ സ്ഥലം ഒരു പാർട്ടി, ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. 2.5 കൊല്ലമായി ആ കേസ് നടക്കുകയാണ്. അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു. ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് തരണം ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാൾ ഇവിടെ ആരംഭിക്കുന്നതാണ്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.